മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 35 മുതൽ 41 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ കടലിനെ ശാന്തമാക്കുന്ന ഈശോയെ നമ്മൾ കാണുകയാണ്. ഇളകി മറിയുന്ന കടലിനെ ശാന്തമാക്കുന്നവന് ഇളകി മറിയുന്ന നമ്മുടെ ഹൃദയങ്ങളെ ശാന്തമാക്കാനാവൂ. അവന് മാത്രമേ നമ്മുടെ ഹൃദയങ്ങളെ ശാന്തമാക്കാനാവൂ. പ്രിയപ്പെട്ടവരെ, പലവിധ കാരണങ്ങളാലും നമ്മുടെ ഹൃദയം ഇളകി മറിയുക. പാപ സാഹചര്യങ്ങളാല്, ജീവിതത്തിന്റെ ചില അസ്വസ്ഥതകളാല്, ജീവിതത്തിന്റെ ചില പ്രതിസന്ധികളാല്, അങ്ങനെ പലവിധ കാര്യങ്ങളാലും നമ്മുടെ ഹൃദയം ഇളകി മറിയുന്നുണ്ട്. എത്രമാത്രം ഇളകി മറിയുന്ന ഹൃദയത്തെയും കർത്താവിന് ശാന്തമാക്കാൻ പറ്റും. ആ ഹൃദയത്തെ ശാന്തമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളതാണ്. പ്രശ്നങ്ങളുടെ പരിഹാരത്തിലൂടെ മാത്രമേ നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ ശാന്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളില് നമ്മുടെ ഹൃദയം ഇളകി മറിയുമ്പോൾ ഹൃദയത്തിലേക്ക് ദൈവത്തെ വിളിക്കണം. ദൈവം നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കടലിനെ കർത്താവ് ശാന്തമാക്കിയത് ആ വള്ളത്തില് കർത്താവ് ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് കർത്താവ് ഉണ്ടെങ്കിൽ ഇളകി മറിയുന്ന നമ്മുടെ ഹൃദയങ്ങളെ ശാന്തമാക്കാൻ, അതിന് കാരണമായി പ്രതിസന്ധികളെ എടുത്തു മാറ്റാൻ കർത്താവിന് കഴിയും. കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. കർത്താവ് ജീവിതത്തിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് വിശുദ്ധിയും നിറഞ്ഞ ജീവിതത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ മാത്രമേ ദൈവമുണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിന്റെ വഴികളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന്, ഇവരുടെ ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പൈശാചിക ശക്തികളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഈശോയെ, ഇളകി മറിയുന്ന ഇവരുടെ ഹൃദയങ്ങളെ ശാന്തമാക്കണമേ. അതിന് കാരണമായി പ്രതിസന്ധികളെ അങ്ങ് നീക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.